ബലരാമ, 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 കഥ തുറക്കാനാ പറഞ്ഞേ. ബലരാമ, നിനക്ക് മരിക്കാൻ പേടിയുണ്ട്? ബലരാമ, തോക്ക് മാറ്റ്. നീ നല്ല ഫിറ്റാ. ആ അതെ, ബോധമില്ലാത്ത അവസ്ഥയിലാൻ. പക്ഷെ നിനക്ക് ബോധമുണ്ട്. പറ, നിനക്ക് മരണത്തെ പേടിയില്ലേ? നിനക്കെന്നെ കൊല്ലണോ? വേണം. സിദ്ധു പേടിച്ചു. നിനക്ക് എന്നിട്ട് നീ ചോദിക്കുക എന്നോട് ഭീരുവാണോ? സിദ്ധു പേടിച്ചു. ബലരാമ, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? ജനിച്ചവരിക്കും മരണം ഉറപ്പാ. നിശ്ചയമായിട്ടും മരണത്തിന് ഉചിതമായിട്ടുള്ളൊരു സമയമുണ്ട്. ഇപ്പോ ആരുടെയോ മരണത്തിന്റെ മണിനാഥം ഞാൻ കേൾക്കണ്ട. നിന്റെയാണോ ആ മരണം? ബലരാമ, നിർത്ത്. നിന്റെ ഈ സ്വഭാവം കണ്ട് പേടിച്ചാവും ചന്ദ്രമതി എന്റെ വീട്ടിലേക്ക് വന്നത്. നീ തോക്കെടുത്ത് വയ്ക്ക്. ജീവിതവും മരണവും മനുഷ്യന്റെ തീരുമാനമല്ല. അതെ, മരണം മനുഷ്യന്റെ തീരുമാനം. ബലരാമ, നിന്റെ മരണം ഞാൻ തീരുമാനിച്ച ഇപ്പൊ സംഭവിക്കും. വേണ്ട. പക്ഷെ അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. നീ നന്മയുള്ളവനാ, ഒരുപാട് നന്മയുള്ളവൻ, എല്ലാ അർത്ഥത്തിലും സ്നേഹസമ്പന്നൻ, മനുഷ്യത്വമുള്ള സ്നേഹിതൻ. എന്റെ മോളുടെ മരണം മുതൽ നിന്നെ ഞാൻ വേട്ടയാടി. നിന്റെ കുടുംബം ഇല്ലാതാക്കാൻ ഓരോന്ന് ചെയ്തു കൂട്ടി. പക്ഷെ അപ്പോഴൊക്കെ എന്റെ തെറ്റിന്റെ ഭാരങ്ങളെല്ലാം നിന്റെ തലയിൽ ചുവന്ന എന്നെ സംരക്ഷിച്ചവനാ നീ. ഇപ്പൊ ഇവിടെ വരെ, ഈ നിമിഷം വരെ നീ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു നിർത്തിയിരിക്ക. അതെ, ഇനി നീ ജീവിക്കണം. നിന്റെ ജീവിതം ഇനിയാ. ഈ ബലരാമൻ നീ മുമ്പ് പറഞ്ഞതൊക്കെയാ. ഭാര്യ, മകൾ, സ്നേഹിച്ച പെണ്ണ്, അതിലുണ്ടായ മോള്, എല്ലാരും ബലരാമന്റെ ദുഷ്ട മനസ്സിന്റെ ദുഃഖം പേറി ജീവിച്ചവരാ. ആ അവശേഷിപ്പുകൾക്കൊക്കെ മുകളില് ഇനി അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. ഇത് പിടിക്ക്. നീ പറഞ്ഞു തന്നെ എന്റെ വിധിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോഴല്ല, 2 ദിവസം മുമ്പേ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ മരണത്തിന് വേണ്ടി മറ്റാരോടും കെഞ്ചാൻ എനിക്ക് വയ്യ.
എന്റെ ജീവനെടുക്കാൻ ഈ ഭൂമിയിൽ ഒറ്റ ആൾക്ക് മാത്രമേ അവകാശമുള്ളൂ. നിനക്കേ അതിന് അർഹതയുള്ളൂ.